ഇനി അവിടെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. അനുമോൾ ഗുളിക കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കിച്ചൺ ടീമിൽ ഇല്ലാത്ത ജിസയിൽ കുക്ക് ചെയ്യുന്നു. ജിസയിൽ ആയതുകൊണ്ടും ഇപ്പുറത്ത് അനുമോൾ ആയതുകൊണ്ടും അതൊരു പ്രശ്നമായിട്ട് മാറി. അനുമോളിന്റെ ഭാഗത്താണ് ന്യായം എന്ന് പറയുന്നുണ്ട്. കിച്ചൺ ടീം തീരുമാനിച്ചതാണ് കിച്ചൺ ടീമിൽ ഇല്ലാത്തവരാരും കുക്ക് ചെയ്യേണ്ടെന്നുള്ളത്. പക്ഷേ ഫുഡിന്റെ കാര്യം ആയതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ജിസയിലിനോട് താല്പര്യമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ പാവാടകളായതുകൊണ്ടാണ് ജിസയിൽ കുക്ക് ചെയ്യാൻ നേരത്ത് കിച്ചൺ ക്യാപ്റ്റനായ അപ്പാനിയും ഹൗസ് ക്യാപ്റ്റനായ ആര്യനും ഒക്കെ ജിസയിലിനോട് കുക്ക് ചെയ്യാൻ സമ്മതിച്ചെന്നാണ് അനുവിന്റെ പരാതി. അവർ ഇന്നലെ പറഞ്ഞ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അനു പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഫുഡിന്റെ കാര്യമായതുകൊണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരുപക്ഷം പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ ടീം ക്യാപ്റ്റനും ഹൗസ് ക്യാപ്റ്റനും ചേർന്നിട്ടാണ് അത് സമ്മതിച്ചത്. അവരുടെ ഒരു അലിഖിത നിയമപ്രകാരം പുറത്തു നിന്നുള്ളവർക്ക് ഇവിടെ കുക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അനുവിന്റെ ഭാഗത്ത് ന്യായം നോക്കിയാൽ അങ്ങനെ ഉണ്ട്. അപ്പൊ അനു പറഞ്ഞത് ശരിയാണ്. മറ്റൊരു കാര്യം കണക്ട് ചെയ്ത് പറയാം. ഇന്ന് രാവിലെ റെന ശബ്ദം ഇട്ടുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു അനീഷ് ആയിരുന്നെങ്കിൽ എല്ലാവരും ചേർന്ന് അയാളുടെ മുതുകത്ത് കയറിയെന്ന് പറഞ്ഞു. റെന ആയതുകൊണ്ടാണ് ആരും ഒന്നും പറയാഞ്ഞെന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഒരു കാര്യം പറയാം. ഇവിടെ ഇപ്പൊ ജിസയിൽ ആയതുകൊണ്ടാണ് അനുവിന് ഇത്രയും പ്രശ്നം ഉണ്ടായത്. അനുവിന് ഇഷ്ടപ്പെടുന്ന വേറൊരാളായിരുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഈ ഒരു കാര്യം ശരിക്കും അങ്ങനെ അങ്ങ് സോൾവ് ആവേണ്ട കാര്യമാണ്. പക്ഷെ ഇത് അവിടുന്ന് അങ്ങ് കത്തിക്കേറി പിന്നീട് ഇത് അപ്പാനിയും അനുവും തമ്മിലുള്ള വഴക്കായി. അതിൻ്റെ ഇടയ്ക്ക് അനുമോൾ അപ്പാനിയെ പൊട്ട ക്യാപ്റ്റനാണെന്ന് പറയുന്നത്. ആരാണ് പൊട്ടൻ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പാനി ഭയങ്കരമായിട്ട് ചാർജ് ചെയ്ത് വരികയൊക്കെ ചെയ്തു. അപ്പാനിയുടെ ആ ഒരു ചാർജ് ചെയ്ത് വരുന്ന ആ ഒരു സംഭവം അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ഇത് അങ്ങനത്തെ ഒരു ഗെയിം അല്ലല്ലോ. ആൾക്കാരെ തല്ലാൻ പറ്റുന്ന ഗെയിമാണോ? പറഞ്ഞു തന്നെ നിൽക്കണമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കത്തിക്കേറി വന്നപ്പോൾ ഇവിടുന്ന് ഒരു പെണ്ണ് പോയത് താൻ കാരണമാണെന്നുള്ള രീതിയിൽ അപ്പാനിയോട് പറഞ്ഞു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വരാൻ കാരണം അനുവിന്റെ ഉള്ളിലുള്ള യഥാർത്ഥ ആ ഒരു വൈബാണ്. അത് ഏത് വൈബാണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഏതായാലും അനുമോളൊക്കെ ആ ഒരു സദാചാര പരിപാടി, അല്ലെങ്കിൽ ആ ഒരു കുലസ്ത്രീ പരിപാടി, അതെല്ലാം ഈ 2025 വിടാതെ മുറുക്ക പിടിച്ചേക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാവും. അനുമോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അനുമോൾക്ക് കാട്ട സപ്പോർട്ടായിരിക്കും പുറത്ത്. കാരണം ഈ സദാചാര പരിപാടിയും ഇതുപോലത്തെ കുലസ്ത്രീ പരിപാടിയൊക്കെ ഒരുപാട് വിറ്റ് പോകുന്ന ഒരു സ്ഥലമാണ് ഈ സോഷ്യൽ മീഡിയ. അതുകൊണ്ട് തന്നെ അനുമോൾക്ക് ഈ അടുത്ത ദിവസം കൊണ്ട് PR ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും കൂടെ കയറ്റി ഈ ഒരു സാധനം മാക്സിമം ഹൈപ്പിലേക്ക് എത്തിച്ച് മുമ്പോട്ടുള്ള യാത്ര സുഖമാക്കി തരും. ഒരാൾ പോയ സ്ഥിതിക്ക് അയാളുടെ കാര്യം വീണ്ടും അകത്തേക്കിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യം ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ അനുമോളുടെ ഒരു രീതി, അനുമോൾ പറഞ്ഞത് വെച്ച്, അനുമോളുടെ ഒരു രീതിയൊക്കെ വെച്ച് സ്ട്രൈറ്റ് ഫോർവേഡ് ആണല്ലോ. അങ്ങനെയുള്ള ഒരാളായതുകൊണ്ടാണ് അനുമോൾ മറ്റുള്ളവർ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലാക്കുകയും അപ്പാനിശരത്തിനോട് സോറി പറയുകയും അപ്പാനിശരത്തിന്റെ കാല് വരെ പിടിക്കാനുള്ള ഒരു സാധനം കാണിച്ചു. നമ്മൾ ശരിയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് സോറി പറയേണ്ട ആവശ്യം വരും? അപ്പൊ അനുമോൾക്ക് നല്ല ബോധ്യമുണ്ട് പറഞ്ഞത് ഭയങ്കര തെറ്റാണ്. അതുകൊണ്ട് തന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരോട് പറയാനുള്ളത്, അനുമോൾ വരെ സമ്മതിച്ചു ആ പറഞ്ഞത് റോങ് ആണെന്നുള്ളത്. അതുകൊണ്ടാണ് പോയി സോറി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അനുമോളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ മനസ്സിലാക്കുക, അപ്പാനിശരത്തിന്റെ കാര്യം അനുമോൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണ്ട. അത് റോങ് ആണെന്ന് അനുമോൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്.